ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് കുറച്ച് ദിവസം ലാഗായി പോയിരുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടിന്യൂഷൻ ഒക്കെ പോയത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. അതിന് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഓഗസ്റ്റ് 2-നാണ്. ഇനി ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മാസമാണ് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് 10th വരെയുള്ള മുഴുവൻ SCERT ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുറഞ്ഞ ടൈമേ നമുക്ക് എക്സാമിനുള്ളൂ. അതുകൊണ്ട് എന്താണ്, മാക്സിമം ടൈം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം വേക്കൻസിയും അതുപോലെ സാലറി ഒക്കെ വരുന്നൊരു പോസ്റ്റാണിത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കട്ടോ. നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയും 2-3 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്, സോഷ്യൽ സയൻസിലും അതുപോലെ ബേസിക് സയൻസിലൊക്കെ. അപ്പോൾ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയുള്ള ആകാശ വിസ്മയങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. മാക്സിമം 2 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളും എൻ്റെ കൂടെ പഠിച്ചു പോരണം കേട്ടോ. 8ാമത്തെ ചാപ്റ്ററാണ് ആകാശ വിസ്മയങ്ങൾ. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ് നോക്കാം. നിഴലും പ്രകാശവും. എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കട്ടോ. അതാര്യ വസ്തുക്കൾക്കാണ് നിഴലുള്ളത്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. ഇനി എന്താണ് ആകാശഗോളങ്ങളുടെ നിഴൽ. ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അപ്പോൾ ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അപ്പോൾ അതാര്യ വസ്തുക്കൾക്ക് മാത്രമേ നിഴലുള്ളൂ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ അതാര്യ വസ്തുക്കളും സുതാര്യ വസ്തുക്കളും. എന്താണ് അതാര്യ വസ്തുക്കൾ നമ്മൾ പഠിച്ചത്? പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അപ്പം എന്താണ്, എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട് നമ്മൾ പഠിച്ചു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾക്ക് നിഴലുണ്ടാവും. അതുപോലെ എന്താണ്, പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ്, ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അതായത് എന്താണ്, പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണിത് ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് എന്താണ്, സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതുമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഭൂമി സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തതിനാൽ മറുഭാഗത്ത് നിഴൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിത്രത്തിൽ A എന്ന് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നിഴൽ രൂപപ്പെടുന്ന ഭാഗമാണ് കേട്ടോ. ഈ ഒരു നിഴലിന് എന്താണ് പ്രത്യേകത നമുക്ക് കാണാൻ കഴിയല്ലേ. ഒരു കോൺ ഷേപ്പിലാണ് ഈ ഒരു നിഴൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണ്, ദൂരം കൂടുന്നതിനനുസരിച്ച് നിഴലിന്റെ വലിപ്പവും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭൂമി അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ സൂര്യന് എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയിൽ നിഴൽ രൂപപ്പെടുന്നത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ എന്താണ്, അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഈ ഒരു ചിത്രത്തിൽ നിന്ന്. ഇനി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഒരു സൗരയൂഥ മാതൃകയിലുള്ള ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ, സൂര്യൻ, അതുപോലെ ചന്ദ്രൻ, ഭൂമി, വ്യാഴം, ചൊവ്വ, ഇവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഭൂമിയിലും വ്യാഴത്തിലും അതുപോലെ ശുക്രൻ, ബുധൻ, ചൊവ്വ, ഈ എല്ലാ ഗ്രഹങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഇതേപോലെ തന്നെയാണ് അല്ലേ. എല്ലാ ഗ്രഹങ്ങളിലും എന്താണ്, സൂര്യന് എതിരായിട്ടുള്ള ദിശയിലാണ് നിഴൽ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ദൂരം കൂടുന്നതിനനുസരിച്ച് നിഴലിന്റെ വലിപ്പവും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഹെഡിങ്, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ. നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഒരു ഗോളമാണ് അല്ലേ. അതായത് ഭൂമിയുടെ ഉപഗ്രഹമാണ് അല്ലേ, ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ നമുക്കറിയാം. അപ്പോൾ ഈ 2 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, സൂര്യൻ, അതായത് പിന്നെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതും, അതുപോലെ എന്താണ് സൂര്യൻ്റെയും അതുപോലെ പിന്നെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്ന ഈ 2 ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 2 ചിത്രത്തിലെയും
ഭൂമി ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ളത് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഇവിടെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യനും ഭൂമിയും അതുപോലെ ചന്ദ്രന്റെ പരിക്രമണ പാതയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബി, സി, ഡി അല്ലേ. ഇതിൽ ഏത് സ്ഥാനത്താണ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കാൻ സാധ്യത ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രന്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ബിയും ഡിയും സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗങ്ങളാണ് അല്ലേ. ഇങ്ങനെ ചന്ദ്രൻ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭൂമിയിൽ നിന്നും ചന്ദ്രനെ കാണാൻ കഴിയും. എന്നാൽ സി എന്ന സ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ലല്ലേ. അതായത് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിലേക്ക് എത്തുന്നില്ല. ഭൂമിയുടെ നിഴലിലാണ് ചന്ദ്രനുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സി എന്ന സ്ഥാനത്താണ് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ കൂടുതൽ സാധ്യത ഉള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ നേരത്തെയുള്ള ചിത്രത്തിൽ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹര പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ചന്ദ്രഗ്രഹണം. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ പൂർണ്ണഗ്രഹണ സമയത്ത് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് ചന്ദ്രൻ കാണപ്പെടുന്നത്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ കളർ എന്താണ്? ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറാണ് അല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അതുകൊണ്ട് വിട്ടുകളയരുത് കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് ആണ് ഭൂമിയും ചന്ദ്രന്റെ നിഴലും. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ്. അതൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണ് അല്ലേ ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ നിഴലിൽ ഭൂമിയെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ നേരത്തെ എന്തായും പഠിച്ചത്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രന്റെ വലിപ്പം നമുക്കറിയാം ഭൂമിയെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് അല്ലേ. അപ്പം ഭൂമിയെ മുഴുവനായിട്ട് മറയ്ക്കാൻ കഴിയില്ല. ചന്ദ്രന്റെ നിഴല് ഭൂമിയെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നില്ല. ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബോക്സ് കൊടുത്തിട്ടുള്ളത് നോക്കാം. സൂര്യഗ്രഹണം. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമേ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. അപ്പോൾ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായിട്ട് ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ കഴിയുന്നില്ല അല്ലേ. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് ആ സമയത്ത് സൂര്യനെ കാണാൻ കഴിയാത്തത്, സൂര്യപ്രകാശം ലഭിക്കാത്തത്. ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഭാസത്തെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത് പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. ഇപ്പൊ മൂന്നിന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ അപ്പോഴാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ട്, വലയ സൂര്യഗ്രഹണം ഉണ്ട്, അതുപോലെ ഭാഗിക സൂര്യഗ്രഹണം. ഇതൊക്കെ ആ നേർരേഖയിലുള്ള ഏറ്റക്കുറച്ചിൽ കാരണമാണ് വലയ സൂര്യഗ്രഹണവും ഭാഗിക സൂര്യഗ്രഹണവും ഒക്കെ ഉണ്ടാവുന്നത്. ഇനി സൂര്യഗ്രഹണ നിരീക്ഷണം. ഇവിടെ നിരീക്ഷണ മാർഗങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം. എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ്. അതിനാൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം. അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ, സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത്.
അപ്പോൾ ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സൂര്യഗ്രഹണം എന്താണ്, സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് നമ്മുടെ കണ്ണിന് ഹാനികരമാണ്. അപ്പോൾ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും അതുപോലെ വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ടെലസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം. എന്നാൽ അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകളും അതുപോലെ സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകളൊന്നും ഇതിന് യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ എല്ലാത്തിനെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. സോളാർ ഫിൽറ്റർ കണ്ണട, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ, ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി, അതുപോലെ പിൻഹോൾ പ്രൊജക്ടർ. അപ്പം എന്താണ്, ഇതൊക്കെയാണ് സുരക്ഷിതമായിട്ടുള്ള സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഗ്രഹണം മുൻകൂട്ടി അറിയാം. ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ്. ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ ഏത് സമയത്താണെന്ന് മുൻകൂട്ടി കണ്ടെത്താം. അതുപോലെ തന്നെ എന്താണ്, കഴിഞ്ഞുപോയ ഗ്രഹണങ്ങളുടെ ദൃശ്യങ്ങൾ വീണ്ടും കാണാനും ഇവയിലൂടെ കഴിയും. അടുത്ത ഹെഡിങ് ആണ് നിലാവിന്റെ പൊരുൾ. രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ കണ്ടില്ലേ? സ്വയം പ്രകാശിക്കാൻ കഴിയാത്ത ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണ് പ്രകാശം വരുന്നത്? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം എന്താണ്, ഭൂമിയിലും അതുപോലെ ചന്ദ്രനിലും ഒരേ സമയം എത്തുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഭൂമിയും അതുപോലെ മറ്റേ ആകാശഗോളങ്ങളൊക്കെ എന്താണ്, അതാര്യ വസ്തുക്കളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എത്തുന്ന പ്രകാശം ഇവ പ്രതിപതിപ്പിക്കൂലേ. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചന്ദ്രനിൽ എത്തുന്ന പ്രകാശം എന്താണ്, പ്രതിപതിച്ചിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ കഴിയൂലേ. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ചു വരുന്നതാണ് നിലാവെളിച്ചം. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് നിലാവ്. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അപ്പം എന്താണ്, വിസരിതമായിട്ടാണ് പ്രതിപദിക്കുന്നത് കേട്ടോ. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപദിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അപ്പോൾ വിസരിതമായിട്ടുള്ളതെന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ വിസരിത പ്രതിപതനം മൂലമാണ് നിലാവ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അമാവാസിയും പൗർണമിയും. ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. അപ്പോൾ ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോഴാണ് എന്ത് നമുക്ക് പൗർണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് അർദ്ധചന്ദ്രനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എന്താണ്, അമാവാസിയും പൗർണമിയും ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതുപോലെ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോഴാണ് നമുക്ക് കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ഇനി അടുത്ത ഹെഡിങ് ആണ് വൃദ്ധിയും ക്ഷയവും, വാക്സിങ് ആൻഡ് വാനിങ്. ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്, അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണ്, പൗർണമി മുതൽ അമാവാസി വരെയുള്ള ചന്ദ്രന്റെ പരിക്രമണമാണ് രണ്ടാമത്തത്. അപ്പോൾ ആദ്യത്തെ ചിത്രം അമാവാസി മുതൽ പൗർണമി വരെയുള്ള അല്ലേ. അമാവാസി നമ്മൾ പറഞ്ഞു കറുത്തവാവില്ലേ, ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണിത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി നമ്മൾ പഠിച്ചു. ഈ ഒരു ദിവസം നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ കഴിയില്ല നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ്, പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ പ്രകാശിത ഭാഗം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നേരെ തിരിച്ചാണല്ലേ അടുത്ത ചിത്രത്തിലുള്ളത്. പൗർണമി മുതൽ അമാവാസി വരെയുള്ള ചന്ദ്രന്റെ പരിക്രമണത്തിന്റെ ചിത്രമാണ് ഇത് രണ്ടാമത്തെ ചിത്രത്തിൽ. ഇതിലെന്താണ്, പൂർണ്ണ ചന്ദ്രനെ നമുക്ക് ആദ്യം കാണാൻ കഴിയും. പിന്നെന്താണ്, പ്രകാശിത ഭാഗം കുറഞ്ഞു വരികയാണല്ലേ. ഇനി ഒരു ബോക്സ് കൊടുത്ത പോയിന്റ് നോക്കാം. വൃദ്ധിക്ഷയം. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അമാവാസി മുതൽ എന്താണ് പൗർണമി വരെയുള്ള കാലത്ത് എന്താണ്, പിന്നെ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കൂടി വരികയാണ് അല്ലേ. അപ്പം അതാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം. ഇനി എന്താണ്, ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെയുള്ള ദിവസങ്ങളിൽ എന്താണ് കുറഞ്ഞു വരികയാണ് അല്ലേ. ഈ കാലയളവാണ് ക്ഷയം അല്ലെങ്കിൽ കറുത്ത പക്ഷം എന്ന് പറയുന്നത്.
അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലത്ത് കുറഞ്ഞാണ് വരുന്നത്. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണിത് വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടി പറയാം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ്? കൂടിക്കൂടി വരുന്നതിനാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ. എന്നാൽ പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് എന്ത്? ക്ഷയം അഥവാ കറുത്ത പക്ഷം. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. അപ്പോൾ ചന്ദ്രനിൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 കേട്ടോ. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഈ 2 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാം, അതുപോലെ എന്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാം. അതുകൊണ്ട് ഈ 2 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അമാവാസി മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 29 ദിവസങ്ങൾ വരുന്നത്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണ്ടിവരും. എന്നാൽ എന്താണ്, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ തന്നെ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം ദിവസം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 29 ദിവസങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ഏകദേശം എന്താണ് 30 ദിവസം എടുക്കും അല്ലേ? അതുപോലെ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം എടുക്കും നമ്മൾ പഠിച്ചത്? 27/3 ദിവസമാണല്ലേ എടുക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ 27/3 ദിവസവും ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ളത് എന്താണ് 29 ദിവസവും, അതായത് 30 ദിവസം എടുക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, മാറിപ്പോവരുത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണിത്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ക്ലാസ് വെറുതെ കണ്ടുപോയാൽ പോരാ, ഒരു നോട്ടിൽ എന്താണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യട്ടോ. പിന്നീട് ഒന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു SCRT പഠിക്കാൻ കഴിയും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റ്സും വിട്ടുപോകും. അതുകൊണ്ട് എന്താണ്, നോട്ടിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിൽ നോട്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.